വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. പെട്ടെന്ന് ആ ഭാഗത്ത് നോക്ക്. പേടിപ്പിക്കുന്ന സൈസിലുള്ള ആൾക്കാർ ഇവിടെയുള്ള. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? മാറ്, ഞാൻ നോക്കട്ടെ. അതിവിടെ തന്നെ ഉണ്ട്. യെസ്, കിട്ടിയിരിക്കുന്നു. ഒച്ച വെക്കാതെ. Come on, let's go. എന്റെ തല രക്ഷിക്കണേ. ഒന്ന് സൂക്ഷിച്ച്. ആരാണ് ചോദിച്ചേ? നിങ്ങൾ ആരാണെന്ന്? നമസ്തേ മുത്തശ്ശി. മുത്തശ്ശി എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം കേട്ടോ. ആരാ നിങ്ങളൊക്കെ? ശിവയുടെ മുത്തശ്ശ, എവിടെയാ നിങ്ങള്? കള്ളൻ ഓടിപ്പോകുന്നു. എന്ത് പറ്റി മുത്തശ്ശി? എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നത്? കള്ളന്മാര് നിന്റെ പപ്പയുടെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് പോയി മോനെ. പപ്പയുടെ ഗാഡ്ജറ്റോ? ഏത് ഗാഡ്ജറ്റ്? ശിവ, ഇതൊന്നും പറയാനുള്ള നേരം ഇപ്പോഴില്ല. അത് വളരെ അത്ഭുതകരമായ ഒരു ബോക്സ് ആണ്. അതിൽ ചെറിയൊരു പിടിയും പിടിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. പോകൂ മോനെ, എത്രയും പെട്ടെന്ന് പോകൂ. ഹലോ, എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്മാരെ ഞാൻ പിന്തുടരുകയാണ്. നീ വേഗം ആദി, യൂണി, ലഡു സിംഗുമായി നഗരത്തിന്റെ പുറത്തെയുള്ള വഴിയിൽ വേഗം എത്തണം. വേഗം. ഓക്കേ ശിവ, നോ പ്രോബ്ലം. കുട്ടിയേത്? ഇനി നമ്മുടെ പുറകെ വരുവാണോ ഇവൻ?
എന്റെ സാറേ സാറേ എവിടെയാണ് സാറ് താഴെ എന്താ ചെയ്തോണ്ടിരിക്കണേ പോവാനല്ലേ പറഞ്ഞ ഓ നോ, ഈ കല്ല് ഇപ്പൊ തന്നെ വീഴേണ്ടതായിരുന്നോ? ഈ ചെക്കൻ ഇവിടെ എത്തിയല്ലോ. മെഡൂസ മേഡം, ആ ചെക്കൻ നമ്മളെയും ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിരിക്കുന്നു. നോക്കൂ. ഒരു കുട്ടിയോട് ഇങ്ങനെ പേടിക്കണോ? ഓടിച്ചു വിടാവനെ. കുട്ടി മര്യാദക്ക് പോയി അവിടുന്ന്, ഇല്ലെങ്കിൽ നിന്റെ എല്ല് പൊടിച്ചു കളയും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ഹൈ! എടാ കൊച്ചു പയ്യനോട് ഫൈറ്റ് ചെയ്യാൻ നിനക്കൊന്നും നാണല്ലേടാ? നീ എന്റെ ബൈസെപ്സിന്റെ പവർ നോക്കിയേ, എന്തൊരു ശക്തിയാ! ഈ ലഡ്ഡു സിംഗ് ഒരുത്തിന്റെ മീതെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവന്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. കമോൺ കമോൺ, പഞ്ച് മീ പഞ്ച് മീ, ഞാൻ നിനക്ക് കാട്ടിത്തരാം ഒരു വലിയ ഹീറോന്റെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്യണ്ടെന്ന്. കമോൺ കമോൺ. എനിക്കെന്താണോ പെട്ടെന്നൊരു തലച്ചിട്ടുള്ള? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ശിവ, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. സിംഗ് സാറേ, ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. ശിവ തന്നെ അവരെല്ലാരെയും കൈകാര്യം ചെയ്തോളും. അത് ശരിയാ, ഇത് നമ്മുടെ ശിവയുടെ ജോലിയാണല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. ആന്റി, ഞാൻ സ്ത്രീകളെല്ലാരെയും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുമായി എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട. എന്തേ, പേടിച്ചു പോയോ? അല്ല, ഒരിക്കലുമല്ല. കണ്ടോളാം ഞാൻ നിന്നെ. മുത്തശ്ശ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് പരിശ്രമിച്ചു അവരെ പിടിക്കാനായി. പക്ഷെ അവരെ എങ്ങനെയോ രക്ഷപ്പെട്ട് കളഞ്ഞു. ലഡ്ഡു സിംഗേ, എപ്പോഴെങ്കിലും ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ? എന്നും എന്റെ ശിവ തന്നെ സഹായിക്കണം. ഇന്ന് നിങ്ങളുടെ സഹായം ശിവയ്ക്ക് ആവശ്യം വന്നപ്പോ ഗുണ്ടകളുടെ അടിയും മേടിച്ച് വന്നിരിക്കുകയാണ്. അല്ല, അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ, സോറി മുത്തശ്ശി, സോറി, ക്ഷമിക്കണം. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ കണ്ടുപിടിച്ചേ തീരൂ. ആ ഗാഡ്ജറ്റ് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. മുത്തശ്ശ, അങ്ങനെ ആ ഗാഡ്ജറ്റിൽ എന്ത് രഹസ്യ ഉള്ളത്? അതുകൊണ്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ ഇത്രയധികം പേടിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല മോനെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും അറിയാം. അത് നിന്റെ അച്ഛന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കുറ്റവാളികൾ നോട്ടമിട്ടിരുന്ന ബോക്സാ. അതെങ്ങാനും അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ വളരെ അപകടം സംഭവിച്ചേനെ. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക? ഐ തിങ്ക് എനിക്കറിയാം അത്. അവരെവിടേക്കാ പോയിരിക്കുന്നെന്ന്. ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒരാളുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ബോസ്, ഇപ്പൊ ആ ഗാഡ്ജറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഏതാ സ്ഥലം? ഹോട്ടൽ ടർക്കിയിലോ? ശരി, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അവിടെ എത്താം. ശിവ, പെട്ടെന്ന് ഇന്റർനെറ്റിലെ ഹോട്ടൽ ടർക്കി എവിടെയാണെന്ന് അന്വേഷിക്കേ. നെറ്റിൽ എന്ത് സെർച്ച് ചെയ്യാനാ?
ഹോട്ടൽ ടർക്കി എന്നല്ല പേര്. അപ്പോഴത് ടർക്കിയിലല്ലേ കാണൂ. സിമ്പിൾ. ആദി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഹോട്ടൽ ടർക്കി എന്നുള്ള പേര് ടർക്കിയിൽ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ ശിവ. നീ ചെന്ന് സെർച്ച് ചെയ്യൂ. എന്നാ വിശ്വസിക്കട്ടോ, എനിക്കെന്തോ. എന്ത് പറ്റി ശിവ? സെർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചോ നീ? യു റൈറ്റ് ആദി. ഹോട്ടൽ ടർക്കിയിൽ തന്നെയാണ് ഉള്ളത്. കണ്ടോ, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? പക്ഷെ നിങ്ങളാരും ഒരിക്കലും എന്നെ വാക്ക് വിശ്വസിക്കാറില്ലല്ലോ. എന്തു പറഞ്ഞാലും ഞാൻ നുണയാ പറയണെന്നാ പറയുന്നത്. താങ്ക് യു ആദി. ഇനി നമുക്ക് എല്ലാവർക്കും ടർക്കിയിലേക്ക് പോവാം. ശിവ, ഞാനും നിങ്ങളോടൊപ്പം കൂടെ വരാം. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ അത് എളുപ്പമാകും. മുത്തശ്ശി സൂക്ഷിച്ചിരിക്കണേ, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. ലഡു സിംഗ് സർ, ഞങ്ങളിൽ നിന്ന് അകന്ന് നടന്നോളൂ. ചിലപ്പോ അവർക്ക് വിവരം കിട്ടി കാണും നമ്മൾ എല്ലാവരും ഇവിടെ തന്നെയാണെന്ന്. എന്നെ പിടിക്കാൻ തീർച്ചയായിട്ടും അവരെ ആളെ അയക്കാതിരിക്കില്ല. അവരെ കണ്ണിൽ പെടാതെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അവരുടെ ഗാങ്ങിലുള്ള ഒരാളെ നമ്മളെ പിടിച്ചിട്ട് അവരുടെ താവളം എവിടെയാണെന്ന് അവനോട് ചോദിക്കണം. അല്ലെങ്കിൽ അവരുടെ പുറകെ ചെന്ന് താവളം കണ്ടുപിടിക്കേണ്ടി വരും. ബൈക്ക് ചുറ്റി മനസ്സിലോ? ഇത് ഏലിയൻസും അല്ല, പ്രേതവും അല്ല. എനിക്ക് തോന്നുന്നത് ആ പ്രിൻസ് ക്രീച്ചേഴ്സ് നേച്ചർ ഇതുപോലെ ബൈക്കുകൾ നിർമ്മിച്ച് ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അവരെ കണ്ണിൽ നിങ്ങൾ ആരും പെടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഇപ്പൊ അത്യാവശ്യം ഗാഡ്ജറ്റ് രക്ഷിക്കേണ്ടതാണ്. എന്താടാ കുട്ടാ, നല്ല രസം തോന്നുന്നുണ്ടല്ലേ? അല്ല, ഈ മുട്ടക്കറിയിലുള്ള മുട്ട എവിടെ? ഇതിനാണോടോ നിങ്ങൾ മുട്ടക്കറി എന്ന് പറയുന്നത്? എന്താ ഇത്? മുട്ട ചോദിച്ചതിന് തലയിലാണ് ഇടുന്നത്. ഈ ഓണന് ശരിക്കും ബന്ധട്ട് കൂടിയില്ല. എന്റെ സൈക്കിളേ, എനിക്ക് സഹിക്കുന്നില്ല, വാങ്ങണം. ചോദിക്ക് എന്തു വിലയാണെന്ന്. അവൻ അത് വിക്കില്ല. അവനെ പിടിച്ചിട്ട് തട്ടിയെടുത്തോ.
താങ്ക് യു ശിവ. ഇല്ല 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 ഇല്ല, മെഡൂസ അവൻ എന്റെ ബൈക്ക് നശിപ്പിക്കാൻ നോക്കുന്നു. നമുക്ക് കിട്ടിയ അവസരമാ, അവനെ തീർത്തുകളാ. ബൈക്കിനെ ഫ്ലൈഓവറിന് താഴെ എറിഞ്ഞു. ശിവ തീർന്നിരിക്കുന്നു. ഇല്ല, പ്രിൻസ് ഇപ്പോൾ നിന്റെ ആളെ അയച്ചേര്. അവര് ശിവയെ അവിടുന്ന് പൊക്കും. ഇന്ന് നമുക്ക് ആ ഹോട്ടലിലേക്ക് പോവാനേ പറ്റില്ല. ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും വന്ന് കാണും. നമ്മൾ എല്ലാവരും ആ ഹോട്ടൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. അവര് ആൾക്കാർ വരുമ്പോ നമുക്ക് പുറകെ പോവാലോ. സിറ്റിയിൽ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ ഇല്ലാതെ നഗരത്തിൽ കുറെ ബൈക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതായി കണ്ടു. ഇപ്പോൾ കാറുകളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് ഒരു പ്ലെയിൻ പൈലറ്റ് ഇല്ലാതെ ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട് എവിടെയോ ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ എവിടെയോ ഇരുന്ന് ഒരു മെഷീൻ മുഖേന ഇവയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഇത് ഏലിയൻസ് ആയിരിക്കുമോ? ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കാം ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഇപ്പോൾ ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ സത്യം ആർക്കറിയില്ല. ഇതൊക്കെ ചെയ്യുന്നത് ആ പ്രിൻസ് ക്രീസസ് നേച്ചർ ആണ്. ശിവ, എന്ത് വില കൊടുത്ത് ആ ഗാഡ്ജറ്റ് നമ്മൾ കൈക്കലാക്കേണ്ടത് അത്യാവശ്യമാണ്. നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ അവര് താവളം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഹോട്ടൽ റെസിഡന്റിന്റെ ഓപ്പോസിറ്റിലുള്ള ഈ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരിക്കുന്നത്. അവര് നമ്മളെ കണ്ടുപിടിക്കാനും പാടില്ല. ലഡു സിംഗ് സർ എപ്പോഴും ആ ഹോട്ടൽ നിരീക്ഷിക്കാൻ വേണം. ശിവ, നീ ഇത് കണ്ടോ? അവന്മാരെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ അവരെ പുറകെ ഒന്ന് പോട്ടെ. എല്ലാ വിവരങ്ങളും ഞാൻ അപ്പൊ അറിയിക്കാം. ഓക്കെ അല്ലേ? ശിവ, ഇപ്പൊ നീ എവിടെയാ? രേവ, ഞാനിപ്പോ 77C റോഡിലാണ് ഉള്ളത്. ഓക്കെ ശിവ. ലഡു സിംഗ് സർ, നമുക്ക് ലെഫ്റ്റിലാ പോകേണ്ടത്. ഇപ്പൊ വിടാം. രേവ, സീലിംഗിലേക്ക് വരൂ. ഓക്കെ. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം.
അവസാനം ഈ കുട്ടി ഇവിടെയും എത്തിയിരിക്കുകയാണ്. മെഡൂസ, അവനെ വെറുതെ വിടരുത്. പിടിക്കൂ ഈ കുട്ടി എല്ലാരും. ഗാഡ്ജറ്റ് തട്ടിയെടുത്തിട്ട് അവനെ തീർത്തേക്കണം. കുട്ടി മര്യാദയ്ക്ക് ആ ഗാഡ്ജറ്റ് തന്നിട്ട് പോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ, അവനെ വെറുതെ വിടല്ലേ. എന്റെ ഗാഡ്ജറ്റ്സ് അവൻ കൊണ്ടുപോയി എന്ന് കരുതി ഞാൻ വെറുതെ ഇരിക്കില്ല. 6 മണിക്കൂർ വരെ റിസർവ് എനർജി ഉള്ളത് കൊണ്ട് എന്റെ മെഷീനുകൾ പ്രവർത്തിക്കും. ഏത് കാറായാലും പ്ലെയിൻ ആയാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശിവ പറക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാണ്. അങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അവന്റെ കഥ തീർക്കും. അവന്റെ പുറകെ പോകൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, 6 മണിക്കൂറിനുള്ളിൽ ആ ഗാഡ്ജറ്റ് കൈക്കലാക്കിയില്ലെങ്കിൽ ഇവിടെ മുഴുവനും പൊട്ടിത്തെറിക്കും. എല്ലാവരും പോകൂ. 6 മണിക്കൂറിനുള്ളിൽ ആ ഗാഡ്ജറ്റ് എന്റെ കയ്യിൽ കൊണ്ടുതരൂ. കം ഓൺ ഗാർഡ്സ്, 6 മണിക്കൂറിനകം അവനെ പിടിച്ചിട്ട് ഗാഡ്ജറ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓക്കേ മാഡം. ശിവ മോനെ, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല കേട്ടോ. ശിവ, 3 ഫൈറ്റർ പ്ലെയിന് നിന്റെ പുറകെ വരുന്നുണ്ട്. താങ്ക്സ് രേവ. ഈ ഗാഡ്ജറ്റ് സൂക്ഷിച്ചു വെച്ചോളൂ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. Watch India's largest kids library only on Jio Hotstar. Download the app now.